അതിനുശേഷം ഓരോ ദിവസം ഇവിടെ ഹെയ്റ്റാങ് അവനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. പക്ഷെ പോലീസാണ് ഇപ്പോഴും ചോദ്യം ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ ഇനി എത്ര സമയം എടുക്കും പറഞ്ഞിട്ട് അവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പോലീസും ഇവിടെ രാത്രി ഫുൾ ഇവിടെ തന്നെ ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ പറയും. പക്ഷെ അവൾ അതൊന്നും തന്നെ കേൾക്കാതെ അവന് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ ദിവസമായിട്ട് ഇവളും പഠിക്കാൻ പോകാതെ അവന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അതേസമയം അവന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. അതോടെ ഇവളും ഇപ്പോഴെങ്കിലും ഭക്ഷണം കഴിഞ്ഞോന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവളുടെ കൈ നോക്കും. അങ്ങനെ ഇവൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല, നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളും വീട്ടിലേക്ക് പോകാൻ പറയും. അങ്ങനെ പോലീസ് ഇവനെ പറഞ്ഞയച്ചാലും അതേസമയം ഗാവോനെ കുത്തിക്കൊന്നെഴുതി ചായ റാറ്റും കൂടി പകത്തിടക്കുക. അങ്ങനെ അവരെ പുറത്തിറക്കാൻ വേണ്ടി ടീച്ചറും കുറെ ലോയറിന്റെ പുറലൊക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ശീശും പുറത്തിറങ്ങി കാര്യം അറിഞ്ഞിട്ട് ഷെന്നാണ് അവനെ കണ്ട് താങ്ക്സ് അറിയും. കാരണം ഇവനെന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ ഗാവോയുടെ ആൾക്കാരിൽ ഇവനെ കുത്തിക്കൊന്നേനെ. അങ്ങനെ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് താങ്ക്സ് അറിയുമ്പോൾ ഈശൻ അതൊന്നും കുഴപ്പമില്ല, അവനെ ഒരു ഫ്രണ്ടിനെ രക്ഷിച്ചുള്ളെന്ന് പറയും. അപ്പരാണ് ഷെന്നും എങ്കിൽ പിന്നെ നിനക്കിനി സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് വേറെ സ്കൂളിൽ ഒപ്പിക്കാൻ നോക്കാം എന്നിന് ഷെൻ പറയുമ്പോഴാണ് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഹേറ്റാങ്ങും കോളേജിലൊക്കെ പോകാൻ പോകല്ലേ, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി കുറച്ച് പൈസ ഉണ്ടാക്കാൻ ആലോചിക്കുക എന്നിന് ഈശനും പറയുമ്പോൾ ഷെന്നെങ്കിൽ പിന്നെ അവന്റെ അച്ഛന്റെ ക്ലബ്ബ് ഇവനെ മാനേജർ ആക്കാന്ന് പറയും. അപ്പരാണ് ഈശനും അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ അച്ഛന്റെ ക്ലബ്ബ് കുറച്ച് സീനാന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടത് ഒരു ഡീസന്റ് ആയിട്ടുള്ള പൈസ എന്നിന് ഇവരുടെ സംസാരിക്കുമ്പോൾ ഷെൻ അവന്റെ നല്ല പൈസ എല്ലാം എടുത്ത് കൊടുത്തിട്ട് തൽക്കാലം ഈ പൈസ വെച്ചോന്ന് പറയും. അപ്പരാണ് ഈശനും ഇതെന്തിനാടാ എനിക്ക്, ഞാനെന്തോ ഭിക്ഷക്കാരനാണ്, ഞാൻ നിന്നെ സഹായിച്ചോണ്ട് നീ ഇതൊക്കെ ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നിന് ഈശനും പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇവന് വേണ്ടി അവൻ എന്തും ചെയ്യും. അങ്ങനെ ഹെയ്റ്റാങ് ക്ലാസ് ആരെങ്കിലും ശല്യപ്പെടുത്തോണ് ഇവൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഈശന് നീ അല്ലാതെ ആരെ ശല്യപ്പെടുത്താൻ പോന്നെന്ന് പറഞ്ഞിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഷെന്നും എങ്കിൽ പിന്നെ എന്റെ അമ്മ എനിക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചറിനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഹെയ്റ്റാങ് എന്റെ കൂടെ പഠിക്കുവാണ്, അവളുടെ മാർക്കിന് ഈസി ആയിട്ട് കോളേജിൽ കിട്ടും, അതുകൊണ്ട് ആ സഹായം ഞാൻ ചെയ്യാം എന്ന് ഇവൻ പറയുമ്പോൾ ഈശന് സന്തോഷത്തി എങ്കിൽ പിന്നെ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് തന്നെ ഈ കാര്യം ഹെയ്റ്റാങ്ങിനോട് ചെന്ന് പറയും. അതോടെ അവളും എങ്കിൽ പിന്നെ എനിക്കും അവൻ്റെ കൂടെ ട്യൂഷന് പോയി നല്ല മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവൻ നീ നല്ലോണം പഠിക്കും, അതേപോലെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിന്റെ കോളേജിന്റെ ഫീസൊക്കെ അടയ്ക്കും പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോളേജിലാണെങ്കിലും പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവളും അവൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവള് ഫീസ് പറഞ്ഞ വല്ല കോളേജിൽ ചേർന്നോളെന്ന് പറയും. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഇവർ ചിരിച്ച് സംസാരിച്ച് അടുത്ത ദിവസം ഈശന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവന് തന്നെ ഈ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് കഷ്ടപ്പെട്ടതല്ലേ പൈസ എടുത്തോളം പറഞ്ഞിട്ട് അവനുള്ള എല്ലാ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും ഒരു ഇവന് പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്, നാളെ രാവിലെയും കുറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വേണം ഇവന് വരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ പൈസ കിട്ടെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടെന്ന് ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം അവൻ പുറത്തുനിന്ന് കഷ്ടപ്പെടുമ്പോൾ ഹെയ്റ്റാങ് വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഈശന് അടുത്ത ദിവസം രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവന് പൈസ വാങ്ങിക്കുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കിട്ടാത്ത കുറെ സാധനങ്ങളൊക്കെ ഇവന് വാങ്ങിക്കണ ഇവൻ ഇപ്പൊ തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറയും. കാരണം സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടെ വിൽക്കുമ്പോൾ ഈശനും അത് ഇവന് കുക്കീസിന്റെ ബോക്സ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതി 2 വാങ്ങിക്കും. അതിനുശേഷം അവന് നേരെ ഹെയ്റ്റാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അവൾ അവിടേക്ക് വരുമ്പോഴാണ് ഇവന് നിനക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവൻ ഈ കുക്കീസ് എടുത്ത് കാണിക്കുമ്പോഴാണ് അവൾ ഇതെന്തോ സാധനം എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് നമ്മുടെ സ്ഥലത്തൊന്നും കിട്ടാത്ത ഒരു ബിസ്ക്കറ്റ് പോലത്തെ സംഭവം, ഇത് കാണാൻ തന്നെ പൊളിയ എന്നിന് അവനും പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ ഇതിന് ഒത്തിരി വില ആയി കാണത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ ഈ കുക്കീസിനൊക്കെ എന്ത് വില വരാൻ പോന്നെ, കൂടാതെ ഈ ബോക്സ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഈ ബോക്സ് നമുക്ക് വീട്ടിൽ തന്നെ വെച്ചോളാം എന്നിന് അവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്റ്റാങ് ഇവനോട് ഈശൻ ആ പോസ്റ്റ് കളഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കണമായിരുന്നു, എന്റെ അമ്മയെ കുറിച്ച് അവർക്ക് വല്ല അറിയാവോന്ന് എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും ഹെയ്റ്റാങ് ഇതിനുമുമ്പ് നിന്റെ അമ്മയായിട്ടുള്ള സീക്രട്ട് കോഡ് ഫിഷ് കേക്കിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടില്ല, ഈ സംഭവത്തിനെ കുറിച്ച് നിനക്കും നിന്റെ അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ, അപ്പൊ ഫ്യൂച്ചറിൽ ഇന്ന് ഷെൻചങ് എന്ന് പറഞ്ഞ് നിന്റെ മക ഇതിനെ കുറിച്ച് പറയാണ് മിക്കവാറും നീ ആയിരിക്കും ഫ്യൂച്ചറിൽ അവനോട് പറഞ്ഞ്, അതിനർത്ഥം നിന്റെ ഭർത്താവിന്റെ പേര് ഷെൻ എന്ന, നമുക്ക് ആകെ അറിയുന്ന ഷെന്ന് നിന്റെ കൂടെ ഇപ്പൊ ട്യൂഷൻ പഠിക്കുന്ന ആ ഷെന്ന, ഒരേ ശവനാണ് നിന്റെ ഭാവിയിലെ ഭർത്താവ്, നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരുമിച്ച് ട്യൂഷനൊക്കെ പഠിക്കാൻ തുടങ്ങി എന്നിന് അവനെ സംശയിക്കുമ്പോൾ ഇവളെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പനാണ് അവനും പിന്നെ ഞാൻ എങ്ങനെ മിണ്ടായിരിക്കും, ഇതുവരെ എനിക്ക് ഈ സംശയം തോന്നില്ല, പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുമ്പോൾ അവൻ ഇനി നിന്റെ ഭാവിയിലെ ഭർത്താവായിട്ട് മാറുമോ, എങ്കിലല്ല ഷെൻഷങ് എന്ന് പറഞ്ഞ് നിന്റെ മകൻ ഫ്യൂച്ചറിൽ നീ ലെറ്റർ അയക്കത്തുള്ളൂ എന്നിന് ഇവനും ജലസാമരാണ് അവൾ അത് കണ്ട് ചിരിച്ചിട്ട് അങ്ങനൊന്നും സംഭവിക്കത്തില്ല, ആ പോസ്റ്റ് എന്തായാലും ഇവിടെ നിന്ന് പോയില്ലേ എന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. പക്ഷെ അപ്പോഴും ഈശൻ അടങ്ങാതെ എന്നാലും ആ പോസ്റ്റ് കണ്ടെത്തി അവനോട് ചോദിച്ചാൽ എനിക്ക് സമാനാകത്തോളം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു കുക്കീസ് എടുത്ത് ഇതിന്റെ വായനകത്താൻ കയറ്റി വയ്ക്കും. പക്ഷെ അപ്പോഴും അടങ്ങാതെ നാളെ തന്നെ പോസ്റ്റിന് വെച്ച് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവനും തീരുമാനിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാളാണ് ബാക്കി വേസ്റ്റ് കളയാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഈശനും ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും അടുത്തുള്ള ഒരു സ്ഥലത്ത് ഈ വേസ്റ്റ് കളയാൻ വേണ്ടി പോകുമ്പോഴാണ് ആ സ്ഥലത്ത് വെച്ച് ആ പോസ്റ്റ്
പോസ്റ്റിന്റെ മുകളിൽ വരുന്ന ആ പൂച്ചയെ കാണും. അതുകൊണ്ട് ഇവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ മറ്റേ പോസ്റ്റ് അവിടെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് അവന് സന്തോഷത്തി ഇത് ഇവിടെ ഉണ്ടായിരുന്ന സാധനം എന്നിട്ട് അവൻ ഇപ്പോഴായിരിക്കും ആശ്വാസം വരുന്നത്. അതോടെ അവന് സന്തോഷത്തി ഇവളെ വിളിച്ച് കാണിക്കുമ്പോഴാണ് അവൾ ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവര് വീട്ടിലേക്ക് എടുത്തതിനു ശേഷം അവന് വേസ്റ്റ് കളയാൻ പോയ സമയത്ത് ഈ പോസ്റ്റിനെ കണ്ടെന്ന് പറയും. കൂടാതെ എപ്പോഴും കാണുന്ന പൂച്ചയ ഇതിന്റെ മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തി അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ പോസ്റ്റ് ചെറുതായിട്ട് ചളുങ്ങി പോയിരിക്കാന്ന് പറയും. അപ്പോഴാണ് അവനും ഇതൊക്കെ സിമ്പിൾ കാര്യമെന്ന് പറഞ്ഞിട്ട് അവൻ അതൊക്കെ നേരെ വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ ഇതൊക്കെ വീട്ടിൽ തന്നെ വെക്കാന്ന് പറയുമ്പോൾ അവള് രക്ഷ വീട്ടിൽ വെച്ച ആ പൂച്ച വരത്തിലായിരിക്കും പറഞ്ഞ് ഇത് എവിടെ ഇരുന്നോ അവിടെ വെച്ചാലേ ഈ സംഭവമൊക്കെ നടക്കത്തില്ലെന്ന് വിചാരിച്ച് അവിടെ തന്നെ വെക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവരും വീണ്ടും കടയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഇവളും കടയിൽ ജോലി ചെയ്തൊക്കെ കുറെ മിസ് ചെയ്യും. അതിനുശേഷം ഇവള് രാത്രി ട്യൂഷൻ കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഷെന്നും പുറ വന്നിട്ട് ഇവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അപ്പോഴാണ് അവൾ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നടന്നു പോകുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി ഈശ്വന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ ഈ ഷെന്നെന്തിനാ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാനൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് ചോദിക്കുമ്പോൾ അവള് വെറുതെ സംശയിക്കുന്ന നിർത്തിക്കാന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഈശ്വനും എനിക്ക് സംശയം കൂടുതലാണ്, അവന്റെ ചിരി ഇപ്പോ കുറച്ച് വഷളായിട്ട് തോന്നുന്നു, എന്തോ കുഴപ്പമുണ്ട് അവന്, ഇതിനു മുമ്പ് അവൻ ഇങ്ങനായിരുന്നു എന്നിന് ഇവനും ചോദിക്കുമ്പോൾ ഹെയ്റ്റാങ്ങാണ് പറയും ഷെന്നിന് ആൾറെഡി സ്കൂളിൽ ഒരു ക്രഷ് ഉണ്ടെന്ന്. അതോടെ ഇവനാണ് ഷോക്കായിട്ട് കൊള്ളാം എങ്കിൽ പിന്നെ എനിക്കെന്തോ കുഴപ്പം, അവൻ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ച് എന്തായാലും അവന് ചേരുന്ന പെങ്കൊച്ച് തന്നെ ആയിരിക്കും എന്നിന് അവൻ ഇപ്പോഴാണ് സമാനത്തി ഇവളുടെ സന്തോഷത്തിൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം ഇവർ ആ പോസ്റ്റ് കണ്ടെത്തിയോണ്ട് ഇപ്പൊ അവർക്ക് തിരിച്ച് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കും. ഈശ്വൻ കാരണം ഇവൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടാ നീ അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് 2026 ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് ഇവളും കുറെ ചോദ്യം ചോദിച്ചേക്കും. അപ്പോഴാണ് ഈശ്വൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് എനിക്കും കുറച്ച് ചോദിക്കാനുണ്ട്, നിന്റെ അച്ഛന്റെ പേരെന്തുവാ എന്നിന് അവനും ഹെയ്റ്റാങ്ങിന്റെ ഭർത്താവാരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയേക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഇവള് കാണാതെ അങ്ങോട്ട് ഇരിഞ്ഞിട്ട് അവനും ഇവന്റെ അച്ഛൻ അമ്മയോട് നല്ല സ്നേഹത്തിലാണോ ബിഹേവ് ചെയ്യുന്നതെന്നും അതും കൂടെ ചോദിച്ചേക്കും. അതിനുശേഷം ഇവന് നിന്ന് ലെറ്റർ അയക്കുമ്പോഴാണ് അവളും കുറച്ച് സങ്കടത്തി ഒരു ഇനി നമുക്കെല്ലാം പ്രശ്നം വന്ന് നമ്മുടെ ഫ്യൂച്ചർ എല്ലാം മാറുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിന് നിന്നെ പേടിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറുള്ള ആൾക്കാരായിട്ടല്ലേ ബന്ധപ്പെടുന്നത്, എന്തായാലും പ്രശ്നമുണ്ട് നമ്മൾ മുമ്പേ തന്നെ അറിയും, നീ ഒന്നും പേടിക്കണ്ട, ആ ഷെന്നിനെ നീ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, കൂടാതെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും ഏതിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഷെന്നിന്റെ അച്ഛനും അവനെ അന്ന് രക്ഷിച്ചുകൊണ്ട് ഇപ്പൊ ഈശ്വന് കുറച്ച് പൈസ തരാൻ വേണ്ടി നിൽക്കും. പക്ഷെ ഹെയ്റ്റാങ് അവനും കൂടെ ആണ് ഈ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അയാളുടെ തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഹെയ്റ്റാങ്ങിനെ കണ്ടിട്ട് ഇവളുടെ അമ്മയായിട്ട് ഇദ്ദേഹത്തിന് കുറെ പരിചയം ഉണ്ടെന്ന് അറിയും. അതുകൊണ്ട് മോൾ ഈ പൈസ വെച്ചോന്ന് പറഞ്ഞ് അവളുടെ കൊടുക്കാൻ നോക്കുമ്പോൾ ഹെയ്റ്റാങ്ങാണ് ഷോക്കായിട്ട് എന്റെ അമ്മയെ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് അവൾ ചോദിക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും പിന്നല്ലാതെ നിന്റെ അമ്മയും ഞാനും കൂടെ പണ്ട് തൊട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നിന്റെ അമ്മ ഒരു നല്ല വ്യക്തിയാണ്, ഞാൻ ഫാക്ടറിയിൽ നിന്ന് കുറച്ച് പൈസയെ കഴിച്ചു മാറ്റിയപ്പോൾ നിന്റെ അമ്മ കണ്ടുപിടിച്ചിട്ട് എന്നെ കുറെ അഡ്വൈസ് ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ തന്നെ പൈസ അടിച്ചെന്നെ മാറ്റുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം സെക്യൂരിറ്റി ഒന്ന് ഞങ്ങളെ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നിന്റെ അമ്മ പാലോചിച്ച് കൊടുക്കുന്നു, പക്ഷെ അവരാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ അവരെ പൈസ തിരിച്ചു വെച്ചിട്ട് എന്നെ ആ സമയത്ത് രക്ഷിച്ച്. അതിനുശേഷം ഞാനും കട്ടെടുക്കാനൊന്നും പോയില്ല എന്നിട്ട് ഷെന്നിന്റെ അച്ഛനും പറയുമ്പോൾ ഇത് കേട്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് പക്ഷെ എൻ്റെ അമ്മ അവസാനമായിട്ട് ഫാക്ടറിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയെന്ന് പറഞ്ഞ് ഇവളും പറയും. ഇത് കേട്ട് അയാളാണ് മോളെ നിന്റെ അമ്മ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യത്തില്ല, എനിക്കത് വിശ്വാസമുണ്ട്, കാരണം എനിക്ക് നല്ല ജോലി കിട്ടിയതിന് ശേഷം ഞാൻ നിന്റെ അമ്മയെ നല്ല ശമ്പളത്തോടെ ജോലി കേൾക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവളാണ് വേണ്ടെന്ന് പറഞ്ഞ്, അവൾക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല മോളെ, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ അപ്പം തന്നെ എന്നോടൊന്ന് ചോദിക്കാം, നിന്റെ അമ്മ സത്യത്തിൽ ഒരു നല്ല വ്യക്തിയാണ്, അവർ 6 പൈസ അടിച്ചോണ്ട് പോയിട്ടില്ല, എന്നോട് ആകെ അവര് 2 ജ്യൂസ് സൂപ്പി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, അത് ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുത്തേ. ഏതിന് അയാളും പറയുമ്പോൾ ഇവൾ ഓർത്ത് വെക്കുന്നത്, അതായത് അന്ന് ഇവർ രണ്ടുപേരും കൂടെ ആ ജ്യൂസ് കൊടുത്തപ്പോഴാണ് ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് തെറ്റിച്ച് അവിടെ നിന്ന് പോയ, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവളും അപ്പൊ നിങ്ങളാണെന്ന് വീട്ടിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ ഇയാളും ആണെന്ന് പറയും. കൂടാതെ അവസാനമായിട്ട് ഇവളുടെ അമ്മ 2 ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ ആ കാര്യം ഇപ്പൊ പറയുമ്പോൾ ഇവൾ അതൊക്കെ എപ്പോഴാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഇയാളോട് ചോദിക്കും. അപ്പോഴാണ് ഷെന്നിന്റെ അച്ഛനും അതൊന്നും കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ആ ടിക്കറ്റ് എന്റെ വാങ്ങിച്ചതിന് ശേഷം നിന്റെ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട അവരിവിടെ നിന്ന് എവിടെയൊക്കെ പോയെന്ന് പറയുന്നത്. പക്ഷെ ഇയാൾ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ ഇവളുടെ അമ്മ ഇവിടെ നിന്ന് പോയിട്ടില്ലെന്ന് അറിഞ്ഞ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവളുടെ അമ്മ ഇവിടെ എവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവളോട് ആ കാര്യം പറയുമ്പോൾ അവളും കുറച്ച് ഷോക്കായിരിക്കും. അതിനുശേഷം ഇവളാണ് ഈശ്വനായിട്ട് ഒറ്റയ്ക്കും സംസാരിക്കും. ഈശ്വൻ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, എന്റെ അമ്മ ഫാക്ടറിയിൽ നിന്ന് പൈസ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അവിടുത്തെ ഓണർ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി, പക്ഷെ എന്റെ അമ്മ പൈസ എടുത്തിട്ടില്ല, അതേസമയം എന്റെ അച്ഛൻ എന്ന് കുറെ പൈസക്ക് ബെറ്റ് കിട്ടിയായിരുന്നു, അതിനർത്ഥം എന്റെ അച്ഛനാണോ അമ്മയുടെ പേരും പറഞ്ഞ് ആ പൈസ മോഷ്ടിച്ച്, കൂടാതെ അവരെന്ന് 2 ബോട്ടിന്റെ ടിക്കറ്റ് എടുത്തെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ
അമ്മ എന്നെയും വിളിച്ചോണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിരിക്കും ആലോചിച്ചത്. എന്നിട്ട് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് ഇവളുടെ അമ്മയും ഫാക്ടറി കൊടുക്കാതിരുന്ന പൈസ ആയിരിക്കും ഇവളുടെ അച്ഛൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അങ്ങനെ ആ പേടിയിൽ ഇവരും ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന ഹെയ്റ്റാങ്ങിനോട് നമുക്ക് ഇന്ന് ഫിഷ് കേക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു ബോട്ടിന്റെ ടിക്കറ്റും കൊടുക്കും. അതായത് ഫിഷ് കേക്ക് എന്ന് പറയുമ്പോൾ മറ്റേ കടയിലേക്ക് വന്ന് ഇവൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതുകൊണ്ട് അവളും വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അവിടുന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയും അവൾ കറക്റ്റ് സമയത്ത് വരും എന്ന് പറഞ്ഞ് അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സ്കൂളിൽ പോകാതെ ഹെയ്റ്റാങ്ങും അവളുടെ അമ്മ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴാണ് ഇവളുടെ കയ്യിലുള്ള ഒരു ബോട്ടിന്റെ ടിക്കറ്റാന്ന് മനസ്സിലാവും. അതിനുശേഷം അടുത്തുള്ള കടയിൽ ഇവള് സമയം ചോദിക്കുമ്പോഴാണ് ഇവളുടെ അമ്മ വരാൻ പറഞ്ഞ 11 മണിക്കാണെങ്കിൽ ഇവളിപ്പോ വന്നത് 11:10 അതുകൊണ്ട് അമ്മ മിക്കവാറും പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാര്യമൊക്കെ പുറത്തെടുത്ത് ഇപ്പൊ ഈശനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അമ്മ സത്യത്തിൽ ഒളിച്ചോടിയതൊന്നല്ല, ഇവളുടെ കൂടെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയാ പ്ലാൻ ചെയ്തതെന്ന്. പക്ഷെ ഇവള് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് അവളുടെ അമ്മയെ അവള് മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് വിഷമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഈശനും എങ്കിൽ പിന്നെ നിന്റെ അമ്മ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം കാണും, കാരണം ഇവിടെ നിന്ന് പോയിട്ടില്ലെന്നല്ല അയാൾ പറഞ്ഞ്. നമുക്കെന്തായാലും നീ കോളേജിൽ പോയതിനു ശേഷം നിന്റെ അമ്മയെ ഒന്നും കൂടെ കണ്ടെത്താം, തീർച്ചയായിട്ടും അവർ സന്തോഷത്തിൽ എവിടെയും ജീവിക്കുമായിരിക്കും. അതിനുശേഷം ഈ പൈസ കട്ടെടുത്ത് നിന്റെ അമ്മയല്ല നിന്റെ അച്ഛനാതെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം, അതിനുശേഷം നമുക്കെല്ലാം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാം എന്നിന് അവനും പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അതേസമയം ഇവിടെ ഫ്യൂച്ചറിൽ ഈശൻ എങ്ങനെയാണ് ജയിലിൽ പോകുന്നതെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ കാര്യം അവരോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞ് ഇവരെ പോസ്റ്റിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പോകുന്ന വഴിക്ക് ചെന്ന് ഇവളുടെ അച്ഛനെ കണ്ടെത്തിന്ന് പറഞ്ഞ് പോലീസ് ഇവളെ വിളിച്ചു വരുത്തും. അതിനുശേഷം ഇവളും നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടെന്ന് പറഞ്ഞ് പോലീസിനോട് ചോദിച്ചോണ്ട് പോകുമ്പോൾ പോലീസാണ് ഇപ്പോഴാ ഒരാൾ വിളിച്ചു പറഞ്ഞ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവളെ ചെന്ന് കാണാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളും കുറച്ച് വിഷമിച്ചിട്ട് അവളുടെ അച്ഛനെ കാണാനുള്ള സന്തോഷത്തിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവളും പുറത്തേക്ക് ഓടി ചെന്നിട്ട് ഇവളുടെ അച്ഛൻ എന്നും എവിടെ പോയെന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതേസമയം ഈശ്വനും അവന്റെ അവസാന നിമിഷം അവൾക്ക് വേണ്ടി കല്ലറയുടെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അതേസമയം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട് ഹെയ്റ്റാങ് വരുന്ന പോലെ അവന് തോന്നും. അങ്ങനെ അതിനുശേഷം അവളുടെ കൂടെ ഒരുമിച്ച് പോകുന്ന പോലെ അവൻ അവിടെ നിന്ന് പോയിട്ട് കറക്റ്റ് ഇവിടെ ഈശ്വനും മരിച്ചു പോകും. അപ്പോഴാണ് അവിടേക്ക് ഓടിയെത്തുന്ന ഇവന്റെ മോളും ഇവൻ മരിച്ചതറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഹെയ്റ്റാങ്ങിന്റെ അടുത്ത് തന്നെ ഇവന്റെ അച്ഛനും കൂടെ അടക്കം ചെയ്യും. അതിനുശേഷം വീണ്ടും ഇവിടെ പഴയ കാലഘട്ടത്തിൽ ഹെയ്റ്റാങ്ങിന്റെ അച്ഛനെ കാണുവാണ്. അവനാണ് ന്യൂസിൽ ഇവർ സ്ഥലത്ത് ഒരു പുതിയ കൺസ്ട്രക്ഷൻ പണി വരാമോ എന്ന് അറിഞ്ഞുടനെ അവൻ അപ്പം തന്നെ ഒരാളെ കാണാൻ വേണ്ടി ചെല്ലും. കാരണം ആ ബിൽഡിംഗ് വരാൻ പോകുന്ന സ്ഥലത്താണ് ഇവൻ ഹെയ്റ്റാങ്ങിന്റെ അമ്മയെ കൊലപാതകം ചെയ്ത് കുഴിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവനെ മുമ്പ് സഹായിച്ചവനോട് ചെന്ന് ആ ബോഡി എങ്ങനെയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ ഇതൊക്കെ റിസ്ക് എന്ന് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവനും എത്ര പൈസ ആയാലും ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞ് അവസാനം സമ്മതിപ്പിക്കും. അങ്ങനെ അതിൽ തന്നെ മനസ്സിലായി ഹെയ്റ്റാങ്ങിന്റെ അമ്മ എവിടെയും രക്ഷപ്പെട്ടു പോയിട്ടില്ല, ഇവൻ ആ കൊലപാതകം ചെയ്ത് മറച്ചു വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ അവളുടെ അച്ഛൻ ഇപ്പൊ സംസാരിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഈശ്വനാണ് ഇത് കാണും. അതിനുശേഷം അവനും ഒരു ശിവൻ വീണ്ടും ഹെയ്റ്റാങ്ങിന്റെ അടുത്തേക്കൊല്ലം പോകുന്ന പേടിച്ചിട്ട് അവൻ അപ്പം തന്നെ അവളെ വീട്ടിലേക്ക് ചെല്ലും. ഹെയ്റ്റാ നിനക്കൊല്ലം പറ്റുമോ, ഞാൻ മറ്റേ ഏബ് ആ ഷിപ്പിന്റെ അവിടെ കണ്ടായിരുന്നു, അവൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, പക്ഷെ നീ കെയർഫുൾ ആയിട്ടിരിക്കണം, ചിലപ്പോൾ അവൻ നിന്റെ പുറയിലും വരുമായിരിക്കും എന്ന് ഇവനും പറയുമ്പം അവളും ഇനി തൊട്ട് സൂക്ഷിച്ചോളാം പറയും. അതിനെ ശിവൻ എന്താ വർക്ക് ചെയ്ത് ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവന് വർക്കൊന്നുമില്ല, ചുമ്മാ എക്സ്ട്രാ പണി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും നമുക്കൊന്നും കൂടെ പോസ്റ്റ് ചെന്ന് ലെറ്റർ ഒന്നുമില്ല നോക്കണം എന്ന് പറയുമ്പോൾ ഇവനൊരു ആ പോസ്റ്റ് എല്ലാം കംപ്ലൈന്റ് ആയി കാണാൻ ചോദിക്കും. എന്നിട്ട് അവൻ എന്തായാലും നമുക്ക് രാത്രി ഒന്നും കൂടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ക്ലാസ് കഴിഞ്ഞ് അവിടെ വരാൻ വേണ്ടി പറയും. ഇതേ സമയം ഇപ്പോഴാണ് ഇവരയച്ച ലെറ്റർ 2026 പോകുന്നത്. അതിനുശേഷം സെക്യൂരിറ്റി ആ ലെറ്ററും കൊണ്ട് ഇവരോട് ചെന്ന് കാണിക്കാൻ വേണ്ടി പോകും. അതേസമയം തന്നെ ഇവിടെ പോലീസിന് വേറൊരു ഡെഡ് ബോഡി കിട്ടും. അതുകൊണ്ട് ഈ കേസ് ഹെയ്റ്റാങ്ങിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അവളുടെ മകനോട് ഹെയ്റ്റാങ്ങിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിച്ച് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇതാരാ ഞാനൊന്നും കണ്ടിട്ടില്ല എന്നിന് അവനും പറയുമ്പം പോലീസാണ് ഇവന്റെ അമ്മ മരിച്ചപ്പോ ആ കാറി ഉണ്ടായിരുന്നത് ഇയാളാന്ന് പറയും. കൂടാതെ ഇയാളായിട്ട് 1991 ഇവന്റെ അമ്മയ്ക്ക് കുറെ ബന്ധം ഉണ്ടായിരുന്നു പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ ആ ഫയൽസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പോലീസിനോട് ചോദിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സത്യത്തിൽ ഇവന്റെ അമ്മ ഹെയ്റ്റാങ് മരിക്കാൻ പോകുന്ന മുമ്പേ തന്നെ ഇവളുടെ അച്ഛനെ പുറത്ത് വെച്ച് കണ്ടു കാണും. അതുകൊണ്ട് ഇവളിപ്പോ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ് ഓ മോളെ ഹെയ്റ്റാങ്, നമ്മൾ പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, എനിക്കറിയാം നീ അച്ഛൻ ഒരിക്കലും മറക്കത്തില്ലെന്ന്. ഏതിന് അയാൾ സന്തോഷത്തിരിക്കുമ്പോൾ ഇവളുടെ കാറൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇവളുടെ കുറെ പൈസയൊക്കെ ഉണ്ടോ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളൊന്നും കണക്കെടുക്കാതെ ഇയാൾ ഇത്തരം കാലം എവിടെ പോയിരുന്നാന്ന് പറഞ്ഞ് ഇപ്പൊ അവസാനമായിട്ട് ഇപ്പോഴെങ്കിലും അവളുടെ അമ്മ എവിടെ പോയെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കേട്ട അയാളും ഓ അതൊക്കെ കുറെ വർഷം മുമ്പ് നടന്നില്ലേ മോളെ, ഇപ്പൊ എന്തിനാ നിന്റെ അമ്മയെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ഏതിന് അവന് വിഷയം മാറ്റം നോക്കുമ്പോൾ ഹെയ്റ്റാങ്ങാണ് ഇത് മനസ്സിലാക്കിയിട്ട് എനിക്കറിയാം നീ എന്റെ അമ്മയെ കൊന്നേന്ന്, പക്ഷെ എവിഡൻസ് കിട്ടാത്തോണ്ട് നീ രക്ഷപ്പെട്ട്. ഏതിന് അവളും പറയുമ്പം ഇത് കേട്ട അവളുടെ അച്ഛനും പിന്നല്ലാതെ നിന്റെ അമ്മ എന്നെ ചതിച്ചിട്ട് 2 ബോട്ടിന്റെ ടിക്കറ്റ് വാങ്ങിച്ച് രക്ഷപ്പെടാൻ നോക്കിയതാ, അവൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടുന്ന ഞാനിത് നോക്കിക്കൊണ്ട് നിൽക്കണം, അതാ ഞാൻ അവളെ കൊന്ന്, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു, ഇവളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വേണം. ഏതിന് ഇയാളും പറയുമ്പോൾ ഇത് കേട്ട് അവള് വിഷമിച്ചിട്ട് എന്റെ അമ്മ ആരോട് ഒളിച്ചോടി പോയതല്ല, നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ എനിക്ക് വേണ്ടി ആ ടിക്കറ്റ് വാങ്ങിച്ചിരുന്ന, ആ 2ാമത്തെ ടിക്കറ്റ് എനിക്ക് വേണ്ടിയാ, അല്ലാതെ എന്റെ അമ്മയ്ക്ക് വേറൊരു ചിന്തയില്ല. എന്നിന് ഇവളിപ്പം പറയുമ്പോഴാണ് ഇത് കേട്ട അവനും ഹോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും
എന്നെ ഒറ്റയ്ക്കാക്കിട്ട് രക്ഷപ്പെടാൻ നോക്കിയതാണ്. എന്നിട്ട് ഇപ്പോഴാണോ നീ എന്നോട് ഈ കാര്യം പറയുന്നത്? രണ്ടുപേരും കൂടെ എന്റെ ജീവിതം നശിപ്പിച്ചല്ലേ? എന്നാൽ ഹെയ്റ്റാങ്, നീ വേണേ പോലീസിനോട് പറഞ്ഞോ ഞാനാ നിന്റെ അമ്മയെ കൊന്നേന്ന്. എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഷൻ ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ പോലെ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പുറത്ത് എനിക്ക് ഫുഡ് പോലും കിട്ടത്തില്ല. അവിടെ ചെന്നെങ്കിലും ഞാൻ നല്ല രീതിക്ക് ഒന്ന് കഴിക്കട്ടെ. അതിനുശേഷം സമാധാനത്തിൽ ഞാൻ മരിച്ചോളാം. ഒരു നീ പറഞ്ഞില്ലേ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്റെ കുറ്റം സമ്മതിച്ചോളാം എന്നിന് ഇയാളും പറയുമ്പം ഇത് കേട്ട് അവളും തിരിച്ചെത്തി, നിന്നെ ഒരിക്കലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. നമുക്ക് എന്തായാലും പ്രായമായതല്ലേ, നമുക്കെല്ലാം ഇതോടങ്ങ് നിർത്താം എന്നിന് ഹെയ്റ്റാങ് പറയുമ്പം അതൊരു വേറെ ഉദ്ദേശമുണ്ട്. പക്ഷെ ഇയാളെ ഒന്നും മനസ്സിലാക്കാതെ നമ്മളെല്ലാം മറക്കാൻ മോളെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ യാത്രയ്ക്ക് പോകും. പക്ഷെ അവള് വിളിച്ചോണ്ട് വന്ന രണ്ടുപേരും കൂടെ സൂസൈഡ് ചെയ്ത് മരിക്കാൻ വേണ്ടിയാ. അങ്ങനെ അതായിരുന്നു തുടക്കത്തിൽ ഹെയ്റ്റാങ്ങിന്റെ കാർ ഒരു മലയുടെ മുകളിൽ ഇരുന്ന്, അതായത് രണ്ടുപേര് അവിടെ നിന്ന് വീണ് മരിച്ചുപോയി. അതിനുശേഷം ഇവിടെ 1991 ഹെയ്റ്റാങ് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഷെന്നിന്റെ കൂടെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളുടെ ഫ്രണ്ട് ഇവളുടെ അച്ഛനെ സ്പീഡിൽ പോയി ഒരാൾ ഇടിച്ചിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവനിപ്പോ ഇവളുടെ അമ്മയുടെ ബോഡി മാറ്റി വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൻ ഇവളെ കണ്ടോടനെ ഇവൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ സംശയത്തി അവന്റെ പുറകെ തന്നെ ഓടിച്ചെല്ലുന്നത്. ഇതേ സമയം 2026 ഹെയ്റ്റാന്റെ കേസ് ഫയൽസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അവൾക്ക് ഈശ്വനൊക്കെ എന്തൊക്കെ സംഭവിക്കാമെന്ന് മനസ്സിലാക്കി ഇവൻ അവർക്ക് ഇപ്പൊ തന്നെ ലെറ്റർ അയക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് ഈശ്വന്റെ മകളാണ് ഇവനിപ്പോ ആ സംഭവം തടഞ്ഞു നിർത്തുവാണ്. ഒരു ഹെയ്റ്റനും ഈശ്വനും ഒന്നും നേരത്തേയുള്ളു. അതിനർത്ഥം ഇവന്റെ അച്ഛനും അമ്മയും കൂടെ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇവൻ ജനിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ അവൾക്കാണ് ഇതൊന്നും സമ്മതിക്കാൻ പറ്റാതെ നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടെത്താന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ അവനും ഒരു നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരത്തില്ലെന്ന് പേടിച്ചാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം ഇവരിപ്പോ പാസ്റ്റ് മാറ്റുവാണ്, ഇവരുടെ ജീവിതം മൊത്തത്തിൽ മാറിപ്പോകും. പക്ഷെ അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ ഈശ്വൻ ചെയ്യാൻ പോകുന്ന കൊലപാതകത്തിന് തടയാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് അവൾ അതിനെ സമ്മതിക്കാതെ ഇവന്റെ പാസ്പോർട്ടും തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. എന്നാൽ ഇവിടെ സെക്യൂരിറ്റിക്കാണ് ഹെയ്റ്റാങ്ങിന്റെ മോൻ മെസ്സേജ് അയച്ച് പറഞ്ഞേക്കും ആ ലെറ്ററിനകത്ത് ഇവർ എഴുതേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് സംഭവിച്ചാലും ആരെയും കൊല്ലൽ ഈശ്വന്ന് മാത്രം ഇവർ ആ ലെറ്റർ എഴുതി അവർക്ക് അയക്കാൻ വേണ്ടി പറയും. അതിന് ഇവർ രണ്ടുപേരും കൂടെ അവർക്ക് വന്ന് ലെറ്റർ ചെയ്ത് എഴുതാൻ വേണ്ടി പോകുമ്പോഴാണ് രണ്ടുപേരും കൂടെ പാനോടെ പോയി അന്വേഷിക്കുമ്പം ആ ലെറ്ററിനകത്ത് ഫുള്ളും വെള്ളം വീണ് അത് മൊത്തത്തിൽ കീറിപ്പോകും. അതിനുശേഷം ഇവരും ഇനി ഇതിനകത്ത് എവിടെ എഴുതണം എന്ന് പറഞ്ഞിട്ട് ടെൻഷനായിരിക്കുമ്പം അവസാനം സെക്യൂരിറ്റിയും എവിടെയൊക്കെ നമുക്ക് എഴുതാന്ന് പറഞ്ഞിട്ട് അവന് ചെറിയ ഭാഗത്തിൽ ഒരു കൊലപാതകം മാത്രം ചെയ്യലെന്ന് പറഞ്ഞ് അവനിങ്ങനെ ചുരുക്കി എഴുതിയേക്കും. ഇതേ സമയത്ത് വർക്ക് കഴിഞ്ഞിട്ട് ഈശ്വനും തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റാങ്ങാണ് അവളുടെ അച്ഛന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും പോകുന്നൊരിക്ക് തറ ഒരു ക്ലിപ്പ് കാണുന്നത്. അതോടെ അവൾക്ക് മനസ്സിലായി ഇത് അവളുടെ അമ്മ യൂസ് ചെയ്യുന്ന അതേ ഹെയർ ക്ലിപ്പാന്ന്. എന്നിട്ട് ഈശ്വനും അവളോട് പറഞ്ഞ പോലെ തന്നെ അവന് പോസ്റ്റിന്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ 2026 ഇവർ രണ്ടുപേരും കൂടെ ആ പോസ്റ്റ് അയക്കാൻ വേണ്ടി പോകും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പൊ എല്ലാം പിടിച്ച് മാറ്റി എനിക്ക് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞിർത്തുമ്പം സെക്യൂരിറ്റി ഞാൻ ഇവരൊക്കെ നോക്കിക്കോളാം, നീ പോയി ലെറ്റർ ഇടുന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രഗ്നന്റ് ആയ ലേഡിയെ അവൻ പറഞ്ഞയക്കും. അതിനുശേഷം അവൾ ഓടിച്ചെന്ന് അവസാനമായിട്ട് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് കുറെ സമയമായിട്ട് ഈശ്വനോട് വെയിറ്റ് ചെയ്തിട്ട് ലെറ്റർ വരാത്തോണ്ട് അവനും പോകുമ്പോഴാണ് ഇവൻ പോയ അടുത്ത സെക്കൻഡ് തന്നെ ലെറ്റർ അവിടേക്ക് വരും. അപ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ആ പൂച്ച നിൽക്കുന്നിട്ട് ഒരു ഷിപ്പ് ആ ലെറ്റർ വന്നാണെന്ന് പറഞ്ഞ് ആ വീണ് തിരിച്ച് ആ പോസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവൻ അതിരിക്കുന്ന വായിച്ചു നോക്കുമ്പോഴാണ് എന്തൊരു കാരണവശാലും ഇവനൊരു കൊലപാതകം ചെയ്യലെന്ന് പറഞ്ഞ് എഴുതിട്ടേക്കും. അതുകൊണ്ട് അവനൊന്നും മനസ്സിലാവാതിരിക്കുമ്പം അവിടേക്ക് ഷെന്നാണ് ഓടിയെത്തിയിട്ട് ഹെയ്റ്റാ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവളുടെ അച്ഛനെ ഫോളോ ചെയ്ത് തന്നെ അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പോയെന്നറിയും. അതോടെ ഇവനാണ് എങ്കിൽ പിന്നെ പോലീസിനോട് നീ അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ അവളെ അന്വേഷിക്കും. അതേസമയം ഇവിടെ ഹെയ്റ്റാങ്ങിന്റെ അച്ഛനും മറ്റേ ആളും കൂടെ ഈ കത്തിച്ചുകൂടി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഹെയ്റ്റാങ് ആണ് അതിനകത്ത് എന്തോ ഹെയ്ബോ എന്ന് പറഞ്ഞ് ഇവൾ ഓടി അടുത്തേക്ക് വരുമ്പം ഇവളുടെ അച്ഛനെ തടഞ്ഞെടുത്തിട്ട് നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവള് പോയില്ല ഇവളുടെ അമ്മയെ പോലെ തന്നെ ഇവളെയും കൊല്ലുമെന്ന് പറയും. അതിനുശേഷം അവളും പറഞ്ഞ കേൾക്കാതെ അവളുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പം ഇവളുടെ അച്ഛനും ഇവളെയും കൂടെ കൊന്നിട്ട് ഞാൻ നിന്നെ കുറച്ച് എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഹെയ്റ്റാങ്ങിനെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് ഓടിയിരുന്ന ഈശ്വനാണ് ഇവന്മാരെ കണ്ട് ഓടി അടിക്കാൻ വേണ്ടി വരും. അതിനെ ശിവർ തമ്മിൽ അടിയാമ്പരാണ് അവന്റെ കൂട്ടാളിയും ഈശ്വനെ കത്തിയും കൊണ്ട് കുത്തും. അതേസമയം അവളുടെ അച്ഛനും അവളിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ നാലുപേരും കൂടെ ഇങ്ങനെ അടിയോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛനാണ് അവളെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഈശ്വന് അടുത്തേക്ക് ഓടിയെന്ന് അവനെ ചവിട്ടിയിട്ടിട്ട് ഇവളെ സുരക്ഷയായിട്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിന്റെ ഇടയിലായിരിക്കും ഇവനും കത്തിയും കൊണ്ട് അവന്മാരി ഒരുത്തനും കുത്തി കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ ദേഷ്യത്തിൽ കുത്തി കൊല്ലാൻ പോകുമ്പോഴാണ് അവസാന നിമിഷം അവൻ ഓർമ്മ വരും ആ ലെറ്റർ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ഇവരാരെയും കൊല്ലല്ലെന്ന്. അതുകൊണ്ട് ആ ഓർമ്മയെ തന്നെ ഇവൻ കൊലപാതകം ചെയ്യാതെ നോക്കി തന്നെ നിൽക്കും. അതിനുശേഷം അടുത്തായിട്ട് അവന്മാർ ഈശ്വനെ കൊല്ലാൻ വേണ്ടി വരുമ്പം കറക്റ്റ് അതേസമയം ഷെൻ പോലീസായിട്ട് അവിടേക്ക് വന്നുടനെ ഇവരെല്ലാം പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടും. അങ്ങനെ അതുകൊണ്ട് അവസാനം ഈശ്വനും കൊലപാതകം ചെയ്ത് ജയിലിൽ പോവാതെ അവന്റെ ഫ്യൂച്ചർ ഇപ്പം മാറ്റി. അതോടെ ഈശ്വനും കരഞ്ഞോണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല ഹെയ്റ്റാങ് എന്ന് പറഞ്ഞ് അവന് വിളിച്ചു പറയുമ്പം ഇവൾ അവനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതോടെ ഇവർക്ക് നടക്കായിരുന്ന ആ സങ്കടമായിട്ടുള്ള ജീവിതം ഇപ്പൊ മൊത്തത്തിൽ മാറി. അതായത് ഈശ്വൻ ജയിലിൽ പോകേണ്ട ആവശ്യം
ആവശ്യമില്ല, ഹെയ്റ്റാങ്ങിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ലെറ്റർ അയച്ചെന്ന് പറഞ്ഞ് ഹെയ്റ്റാങ്ങിന്റെ മകൻ ഇപ്പൊ സന്തോഷത്തിൽ ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് വിഷമിച്ചിരിക്കുന്നിട്ട് എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, എന്റെ അമ്മയും നിന്റെ അച്ഛനും ഇനി സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും ജീവിക്കാമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് അവൻ അവസാനമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടത് സന്തോഷം എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്ത് ഫീൽ ചെയ്യും. അപ്പോഴാണ് അവളും നമ്മൾ തീർച്ചയായിട്ടും ഇനി കാണുമെന്ന് പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തുമ്പോൾ ഇവന്റെ അവസാന നിമിഷം അവന്റെ അമ്മയുടെ കല്ലറയിൽ തന്നെ അവൻ സ്പെൻഡ് ചെയ്യും. കാരണം ഹെയ്റ്റാങ് ഈശ്വനും കൂടെ ഒന്നു ചേർന്നുകൊണ്ട് ഇവൻ ഇനി ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം ഈശ്വന്റെ മോള് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവളുടെ വീട്ടിൽ ഒരു പൂച്ചയെ കണ്ടിട്ട് ഇവൾക്ക് പെട്ടെന്ന് എല്ലാം ഓർമ്മ തുടങ്ങും. അപ്പോഴാണ് അവളുടെ കോണ്ടാക്റ്റിനകത്ത് ഇവളുടെ അച്ഛന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവൾക്ക് അച്ഛന്റെ പേര് ഒരു കോണ്ടാക്ട് ഇല്ലെന്ന് കാണിക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഹെയ്റ്റാങ്ങിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവന്റെ പേര് ഷെൻ എന്ന് അടിച്ചു നോക്കുമ്പോൾ ഇവളുടെ കോണ്ടാക്ട് ഷെൻ എന്ന് പറഞ്ഞ ആരും കാണത്തില്ല. അതുകൊണ്ട് ഇവൾ അതോർത്ത് കരഞ്ഞോണ്ട് അവനോർത്ത് ഫീൽ ചെയ്യും. എന്നിട്ട് വീണ്ടും ആ പോസ്റ്റ് കാണിക്കുവാണ്. ഇതേപോലെ ആവശ്യമുള്ള ഓരോ സ്ഥലത്തും ഈ പോസ്റ്റ് ചെന്ന് അവർ സഹായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം അവസാന ലെറ്റർ ആയിട്ട് ഹെയ്റ്റാങ് ഈശ്വനും കൂടെ അവർക്ക് താങ്ക്സ് പറഞ്ഞ ഒരു ലെറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് ഇവർ ഹെൽപ്പ് ചെയ്ത് ആ കൊലപാതകം തടഞ്ഞതിനൊക്കെ അവർക്ക് താങ്ക്സ് പറഞ്ഞ് എഴുതിയേക്കും. അതിനുശേഷം അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കോളേജിലൊക്കെ പോയെന്ന് പറഞ്ഞ് ഇവരെ കണ്ടുമുട്ടുവാണ്. അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ എഴുതിയേക്കും. അങ്ങനെ ഇതുവരെ നേരിട്ട് കാണാത്ത എന്റെ ഫാമിലി മെമ്പേഴ്സിന് ബായ് എന്ന് പറഞ്ഞ് ആ ഒരു സീനോടെ നമ്മുടെ ഡ്രാമയുടെ മൊത്തത്തിൽ അവസാനിക്കുവാണ്. സോ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ ഡ്രാമയിൽ കാണാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.